ഒബ്ജക്റ്റീവ് ട്രൂത്ത്, അതാണ് ശാസ്ത്രം. നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ. ലവും ശാസ്ത്രത്തിലൂടെ നിർവചിക്കാം, അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന, തൊട്ട് കാണിക്കാൻ പറ്റുന്ന, കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, വളരെ വേഗമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ അതൊന്നും ശാസ്ത്രത്തിൻ്റെ ലിമിറ്റിൽ പെടുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചോ എന്നുള്ള അതിൽ വിടുകയാണ്. നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്തത്, അതാണ് ശാസ്ത്രം. പിന്നെ ശാസ്ത്രീയത, നമ്മുടെ ജീവിതം തന്നെ, എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞാണ്, അല്ലെങ്കിൽ നമ്മളെ വേദങ്ങളിൽ പറഞ്ഞാണ്, അത് അവരെ കാര്യമാണ്, അത് നമ്മളെ ശാസ്ത്രമല്ല. അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു തന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ബഹുമാനിക്കുന്ന ആളുകൾ കൊണ്ട് നടക്കുന്നത് കൊണ്ടോ നിങ്ങളൊരു കാര്യത്തിനെ വിശ്വസിക്കുകയോ വിലമതിക്കുകയോ ചെയ്യരുത്. അത് നിങ്ങളുടെ തന്നെ ഒരു വിലമതിക്കൽ, ശരിക്കും അപഗ്രഥിച്ച് പഠിച്ച് നിങ്ങൾ തന്നെ വിലയിരുത്തി അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗമാക്കിയെടുക്കുന്ന ഒരു ജീവിത രീതി, ജീവിത പ്രക്രിയ, അതാണ് ഒരു സയൻറ്റിഫിക് മെത്തേഡ്, സയൻറ്റിഫിക് ലിവിങ്. അത് നമ്മൾ ഓരോ കാര്യം, എന്ത് കാര്യം, രാവിലെ പല്ല് തേക്കുന്നത് എന്തിനു? ഭക്ഷണത്തിന് മുമ്പ് ചെയ്യണം. ഭക്ഷണത്തിന് നമ്മൾ കുളിക്കുന്നത് കളിച്ചിട്ടല്ലേ, കളിക്കാൻ പോകുന്നതിന് മുമ്പ് കുളിക്കില്ലല്ലോ. അതുപോലെ പല്ല് തേക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പല്ല് തേച്ചാൽ അതല്ല നല്ലത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾ ചിന്തിച്ച് ചെയ്യുക, കൂടുതൽ പഠിക്കുക. അതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഇങ്ങനെ ക്ലാസ്സുകൾ, മറ്റുള്ളവരുടെ വിവരങ്ങൾ, അതും നമ്മൾ അറിയുക, അത് നമ്മൾ വിലയിരുത്തുക, നമ്മൾ കൂടുതൽ മെച്ചപ്പെടുക. അങ്ങനെ ശാസ്ത്രീയമായി ഒരു ജീവൻ തന്നെ അവലംബിക്കേണ്ട ഒരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.